അതൊരു കമ്പനിയുടെ സിംബലാ, ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാം. ചെറിയ വയസ്സിൽ തന്നെ അവന് ബ്രാൻഡഡ് ആകണമെന്നുള്ള ആഗ്രഹം തോന്നി. ഇതെന്റെ അടുത്തുനിന്ന് ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓൾ കേരള ഫാൻ ബേസ് ഉള്ള ഒരു മമ്പാട്ടുകാരനാണ്. മമ്പാട്ടിന്റെ സ്വന്തം പാരീസ് ഹോളിഡേയ്സ്. പ്രകാശിന്റെ സെഡസ്ത്ര ഫ്രണ്ടും സെഡോൺ ബാക്ക് ലുക്കിലാണ് ഐഷർ 3016 ചേസിൽ ഈ ഒരു ടൂറിസ്റ്റ് ബസ് ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു ചേസ് ഇറങ്ങുന്ന ബസ്സാണ് നമ്മുടെ പാരീസ് ഹോളിഡേയ്സ്. അപ്പൊ ഈ ഒരു ബസ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലോ? അപ്പൊ നമുക്ക് ബസ്സിന്റെ ഫ്രണ്ട് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രകാശിന്റെ സെഡസ്ത്ര കൗളാണ് ഇതിന്റെ ഫ്രണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ലുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പാരീസിന്റെ പേര് നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഒരു സെഡോൺ ലുക്കുള്ള ബസ്സുകളുണ്ട്, അതിനും ഇതിനെ സെയിം ഫോണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ആ ബസ്സിന്റെ പേര് സെസ്കി ലേഡി എന്നാണ്. അപ്പൊ ഇതിന് കൊടുത്തിരിക്കുന്ന എഡിഷൻ നെയിം രാക്ഷസി എന്നാണ്. അതുപോലെ താഴേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരമായ ഒരു ഫുൾ ലെങ്ത് ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ലിപ്പിന് സേഫ്റ്റിക്കായിട്ട് ഇതാ റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. സെഡോണിന്റെ മനോഹരമായ കൊമ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റിലാണ് ഈ ഒരു ബസ് പാരീസ് ഹോളിഡേയ്സ് ഇറക്കിയിട്ടുള്ളത്. നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ബസ്സിന്റെ സൈഡ് പ്രൊഫൈൽ ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പ്യുവർ വൈറ്റിലാണ് ഈ ഒരു ബസ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് ടയർ സൈസ് 295/80/22.5 സൈസിലുള്ള ബ്രിഡ്സ്റ്റോൺ ടയർസാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്ക് ആണ്. 27 ലിറ്ററാണ് ഇതിന്റെ ആഡ് ബ്ലൂ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ ഇവിടെ ഇതിന്റെ ഡീസൽ ടാങ്കിന്റെ ഓപ്പണിംഗ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി 260 ലിറ്റർ ആണ്. ഇവിടെ ആയിട്ട് ബാക്കിലെ ഡിക്കി സ്പേസ്, സൈഡ് ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇത് ബാക്കിലെ ഡിക്കി ആയിട്ട് ഇന്റർകണക്ട് ആയിട്ടുള്ള വലിയൊരു ഡിക്കി സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പാരീസിന്റെ ബാക്ക് ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ സെഡോണിന്റെ ബാക്കാണ് പാരീസിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സെഡസ്ത്ര ആണെങ്കിലും ബാക്ക് നമ്മുടെ ഫേമസ് സെഡോണാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പാരീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഇൻസ്റ്റാഡി കൊടുത്തിട്ടുണ്ട്, നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് വലിയൊരു ഡിക്കി സ്പേസ് ആണ്. ഇത്ര ഏരിയ സൈഡ് ഡിക്കി ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഇന്റർ സ്പേസ് ആണ് വരുന്നത്. ഇവിടെ പ്രകാശിന്റെ ബാഡ്ജിങ് ആണ്. ഇവിടെ അഡീഷനും രാക്ഷസ് എന്നുള്ള പേര് ഗ്ലാസിന് മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെഡോണിന്റെ റിയർ ലൈറ്റ്സ്, റൗണ്ടഡ് ലൈറ്റ്സ് കാണാം. ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. നമുക്ക് അടുത്ത സൈഡ് ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ ഇതിന്റെ ബാറ്ററി ബോക്സിന്റെ ഓപ്പണിംഗ് ആണ് വരുന്നത്. 12 വോൾട്ടിന്റെ 2 ബാറ്ററി ഇവിടെ കാണാം. അതുപോലെ ഇൻവേർട്ടർ, ആംപ്ലിഫയർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഒരു ടൂൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ടൂളുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഇവിടെ വരുന്നത് ഇതിന്റെ സ്പെയർ വീലാണ്. ഇതൊരു സ്പെയർ വീൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാക്ക് ഡിക്കി സ്പേസുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വലിയ ഡിക്കി സ്പേസ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക്. അപ്പോൾ മക്കളെ നോക്കിയാൽ ഇതാണ് പാരീസിന്റെ ഇന്റീരിയർ. 49 ആണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നിങ്ങൾ ഇതിന്റെ റൂഫ് ഫ്ലോറിലേക്കൊക്കെ നോക്കി, ഒരു ഒറ്റ പ്രോഗ്രാമിങ്ങിലാണ് ഇതിന്റെ റൂഫ് ബെർത്ത് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിക്സൽ വർക്കുകൾ, ലൈറ്റ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ത്രിപുരയിലുള്ള ലെനോറ കൺസെപ്റ്റ് ആണ്. അവരുടെ നല്ല മനോഹരമായ വർക്കാണ് നിങ്ങൾക്ക് പാരീസിന്റെ ഉള്ളിൽ കാണുന്നത്. ഇത് കേരളത്തിൽ തന്നെ ഒരു ഫസ്റ്റ് കൺസെപ്റ്റാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ DJ ഫ്ലോർ അടക്കം നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിന്റെ ഇന്റീരിയർ വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യണോ? 49 ബസ്സിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. നമ്മുടെ സീറ്റിന്റെ മുകളിലായിട്ട് ഇതാ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ USB C പോർട്ടും USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. കർട്ടൻസ് അല്ല പിസ്ത കളറിലുള്ള കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ സീറ്റിന്റെ മുകളിലായിട്ടും ഫാനുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഫ്രണ്ടിലായിട്ട് ഒരു 55 ഇഞ്ചിന്റെ വലിയൊരു TV സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലഗ് പോയിന്റ്സ് ഒക്കെ കാണാം. ഇവിടെ ആയിട്ട് വാട്ടർ ഡിസ്പെൻസർ കൂടെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പരിചയപ്പെടുത്തിയ പാരീസ് ഹോളിഡേയ്സ് മലപ്പുറം ജില്ലയിലെ മമ്പാടിനാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് പാരീസ് ഹോളിഡേയ്സിന്റെ ഓണറാണ്. അപ്പോൾ നമ്മൾ നാട്ടുകാർ കൂടെയാണ്. അപ്പോൾ ഇർഫാൻ ഭായ്, എത്ര കൊല്ലം നമ്മൾ ഈ പാരീസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ട്? കൊറോണയ്ക്ക് ശേഷം 21-22 സമയത്ത് സ്റ്റാർട്ടിങ് ബസ് ഫീൽഡിലേക്ക് വരുന്ന സ്റ്റാർട്ടിങ്. ഏതായിരുന്നു നമ്മുടെ ആദ്യത്തെ ബസ്?
ഫസ്റ്റ് നമ്മള് BMR-ലാണ്. BMR വണ്ടിയാണ് മാക്സിമം ആ ഒരു മോഡൽ വണ്ടി ഉണ്ടായിരുന്നു. അത് പിന്നെ പാർട്ണർഷിപ്പിലായിരുന്നു. പാർട്ണർഷിപ്പിന് ശേഷം അതിന്റെ ഒരു വർഷം പുറത്തെടുത്തൊരു BMR കൊണ്ടിട്ടാണ് പാരീസ് എന്നുള്ളൊരു വണ്ടി ഇറങ്ങണത്. അത് അന്ന് BMR ഉണ്ടാക്കിയ ഓണത്തിൽ അപ്പൊ അത് ആദ്യം അങ്ങനെ ഓടി, പിന്നെ ഒന്ന് പണിയെടുപ്പിച്ചു, കണ്ടീഷനൊക്കെ സെറ്റായി. അതിനുശേഷം പിന്നെ ഉണ്ടാക്കിയ ഓളാണ്. പിന്നെ അങ്ങനെ ക്ലിക്കായി. പിന്നെ അതിനുശേഷം ഇപ്പോ ഒരു 2 വർഷത്തോളം BMR-ന്റെ ഒരു വണ്ടി ഉള്ളായിരുന്നു. അത് വെച്ചിട്ട് നല്ല കോളേജ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ചെക്കന്മാരെല്ലാരും ഏറ്റെടുത്തു. നല്ല BMR-ലെ നല്ല തലയെടുപ്പുള്ള വണ്ടി നല്ലൊരു ടാഗ്ലൈൻ വന്നു. അവരോട് ഈ പയ്യന്മാരെല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ സെറ്റായി, ഓട്ടോ കാര്യങ്ങളൊക്കെ സെറ്റായി. പിന്നെ അതിന് ശേഷം Z1 എന്നുള്ളൊരു ഇതിലേക്ക് മാറി. Z1 എടുത്തു, അത് കൊടുത്തിട്ട് പിന്നെ ഇപ്പോ അതിനുശേഷം ഒരു വർഷം തികയുമ്പോൾ പുത്തൻ മുഖത്തേക്ക് വന്നു. ഈശ്വറിലേക്ക് മൈലേജ് തന്നെ അതെ മെയിനായിട്ട്. പിന്നെ ഇപ്പത്തെ അവസ്ഥയിൽ അറിയാലോ, കോമ്പറ്റീഷൻ വളരെയധികം നടക്കുന്നുണ്ട്. മൈലേജ് വളരെയധികം മുഖ്യ. അങ്ങനെ എന്താ ബസ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? അത് ചെറുപ്പം മുതലേ വണ്ടികളൊക്കെ മുമ്പ് JCB ടിപ്പർ കാര്യങ്ങള് എന്താ പറയാ എർത്ത് മൂവിങ് എക്യുപ്മെന്റ് ആ ലെവലിലായിരുന്നു. ആ ഒരു ലെവലിലായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടുകാരും പിന്നെ ഫ്രണ്ട്സ് എല്ലാരും സപ്പോർട്ടിങ് കൊണ്ട് അങ്ങനെ ലെവലിലൊക്കെ എത്തി. ഈ ഒരു പാരീസ് എന്നുള്ളൊരു പേരിടാൻ പാരീസ് എന്നുള്ള പേരിടാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാല് വേറെ കേരളത്തിലെ ഒരു വണ്ടിക്കും നമ്മളെ പേര് ഉണ്ടാവരുത് എന്നുള്ളൊരു അതെ അത് അത്രത്തോളം തപ്പി പിടിച്ച് അങ്ങനെ അതായത് ഇപ്പൊ ലണ്ടൻ അതുപോലെ അങ്ങനെ ഒരുപാട് വണ്ടികളുള്ള ഒരു മുഖത്തിന്റെ പേരില് വേറെ വണ്ടിക്ക് ഇല്ലാത്തൊരു പേര് നമ്മളെ വണ്ടിക്ക് വേണം. അതെ വൈറലാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്ത് സെറ്റായി. ഇതിപ്പോ ട്രിപ്പുകൾ കാര്യങ്ങൾ എടുത്തു തുടങ്ങി. ഒരു മാസം എടുത്തില്ലേ? ഒരു ഏകദേശം ഒരു 20-25 ട്രിപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസമൊക്കെ വരാനുള്ളത് എറണാകുളം, തൃശ്ശൂർ മറ്റുള്ള ഓട്ടങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഓട്ടങ്ങൾ. അത്യാവശ്യം പുറത്തുനിന്ന് ഓട്ടം എൻക്വയറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പ്രസ്ഥാനം വളർന്ന് പന്തരിക്കട്ടെ, ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തട്ടെ. പാരീസിന് പേര് പോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തട്ടെ. നമ്മുടെ ചാനലിന്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ കൂടെ ഇന്ന് വീഡിയോയിൽ പങ്കെടുത്ത വേറൊരു മമ്പാട്ടുകാരി കൂടെ ഉണ്ട്. മമ്പാട് സ്വദേശിയായിരിക്കുന്ന ഷംല ഷാനവാസ് ഒരു യൂട്യൂബർ കൂടിയാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ്. അപ്പൊ ഷംലയുടെ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനലിലേക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കട്ടെ, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ നമ്മളിരിക്കുന്നത് മമ്പാടിന്റെ സ്വന്തം പാരീസ് ഹോളിഡേസിന്റെ ഡ്രൈവർ ക്യാബിലാണ്. ഐഷന്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീല് കാണാം. അതുപോലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ USB ചാർജിംഗ് പോയിട്ട് ഡ്രൈവർക്കുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ സ്വിച്ച്, ഡോർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സൗണ്ട് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചിയുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ആൻഡ്രോയിഡിന്റെ TV സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇന്റീരിയർ ലൈറ്റുകളുടെ ഒക്കെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ യാത്രകൾ അടിപൊളിയാക്കാം. മമ്പാടിന്റെ സ്വന്തം പാരീസ്. ഇതിന് കോൺടാക്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.